മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റീമ. അപ്പൊ നമ്മൾ എന്താണ് നമ്മുടെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് മധ്യകാല ഇന്ത്യ, അല്ലെ, മെഡീവൽ ഇന്ത്യ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ചുരുക്ക സമയം കൊണ്ട് പെട്ടെന്ന് പഠിച്ചാലോ? യെസ്, നമുക്ക് നോക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മുഗൾ ഭരണവും വിജയനഗര ഭരണവുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ മുഗൾ ഭരണം എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരായിരുന്നു? നമുക്കറിയാം, ബാബർ ആണ്, അല്ലെ. അപ്പൊ ബാബർ ആയിരുന്നു എന്താ നമ്മുടെ മുഗൾ ഭരണം എസ്റ്റാബ്ലിഷ് ചെയ്തത്. എങ്ങനെയായിരുന്നു? നമ്മുടെ സുൽത്താനേറ്റ് പീരീഡിൽ ഉണ്ടായിരുന്ന അവസാന ഭരണാധികാരി ഏതായിരുന്നു? ഇബ്രാഹിം ലോധി, അല്ലെ. ലോധി ഡൈനാസ്റ്റിയിലെ ഇബ്രാഹിം ലോധി ആയിരുന്നു എന്ത്? യെസ്, അദ്ദേഹമായിരുന്നു അവസാനത്തെ ഭരണാധികാരി. അപ്പൊ എന്താണ്, ഈ ഇബ്രാഹിം ലോധിയും നമ്മുടെ ബാബറും തമ്മിൽ പാനിപ്പത്തിൽ വെച്ചൊരു യുദ്ധം നടന്നു. ആ ഒരു യുദ്ധത്തിൽ നമ്മുടെ ബാബർ ജയിച്ചു. ഓക്കെ, ബാബറിന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? നല്ല കനോൺസും നല്ല ഗൺ പൗഡറും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആര് ജയിച്ചടാ? യെസ്, നമ്മുടെ ബാബർ ജയിച്ചു. അങ്ങനെയാണ് നമ്മുടെ മുഗൾ ഭരണം എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുഗൾ റൂളേഴ്സ് ഒരുപാട് പേരുണ്ട്. ഇത് പഠിക്കാൻ വേണ്ടി മിസ് ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാദ്ഷാ എന്നുള്ളത്, അല്ലെ. ബാദ്ഷാ ഓർമ്മയില്ലേ? ആരൊക്കെയാണ്? യെസ്, നമുക്കറിയാം, ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ ആൻഡ് ഷാജഹാൻ, ഔറംഗസീബ്, അല്ലെ. അപ്പൊ ഇവരൊക്കെ ആയിരുന്നു നമ്മുടെ മുഗൾ റൂളേഴ്സ്. പക്ഷെ ഇവരെ പറ്റിയൊന്നും നമുക്ക് പഠിക്കണ്ട. നമുക്കിതിൽ പഠിക്കാനുള്ളത് ആരെക്കുറിച്ചാണ്? അക്ബറിനെ കുറിച്ചാണ്, അല്ലെ. നമ്മുടെ അക്ബർ ചക്രവർത്തിയിലെ നമ്മുടെ മുഗൾ സാമ്രാജ്യത്തിലെ മുഗൾ ഭരണത്തിലെ ഏറ്റവും പവർഫുൾ ആയിരുന്ന ഒരു റൂളർ ആയിരുന്നു നമ്മുടെ അക്ബർ ചക്രവർത്തി. അക്ബറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? യെസ്, ഫെമിലിയർ എന്നോ അൺഫെമിലിയർ എന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പാവപ്പെട്ടവരെന്നോ വലിയ ആൾക്കാരെന്നോ, അല്ലെ. അതായത് അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ അദ്ദേഹം കാണിച്ചില്ല. എല്ലാ മതങ്ങളെയും ഒരുപോലെ കണ്ടിരുന്ന, ഒരുപോലെ ട്രീറ്റ് ചെയ്ത ഒരു രാജാവായിരുന്നു, ഒരു റൂളറായിരുന്നു അക്ബർ ചക്രവർത്തി. അപ്പോൾ നമുക്കിവിടെ അക്ബറിനെ കുറിച്ചാണ് നമ്മുടെ മുഗൾ ഭരണത്തിൽ ഈ ഒരു ഭാഗത്തിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അക്ബർ പിന്തുടർന്നിരുന്ന ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഇത് മിസ് ഓൾറെഡി നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്താ? അക്ബർ പിന്തുടർന്നിരുന്ന മതസഹിഷ്ണുതാ നയം. പറഞ്ഞിട്ടില്ലായിരുന്നോ? എന്തായാലും നിങ്ങൾക്ക് ചോദിക്കും. കാരണം നമ്മുടെ അക്ബർ എല്ലാ മതങ്ങളെയും ഒരുപോലെ കണ്ടിരുന്ന ആളായിരുന്നു അക്ബർ ചക്രവർത്തി, അല്ലെ. അപ്പൊ അക്ബർ ഫോളോ ചെയ്തിരുന്ന മതസഹിഷ്ണുതാ നയം എന്തായിരുന്നു എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയായിരുന്നു അത്? യെസ്, അദ്ദേഹത്തിന്റെ പുതിയ ക്യാപിറ്റലായ, അദ്ദേഹത്തിന്റെ പുതിയ തലസ്ഥാനമായിരുന്ന ഫത്തേപൂർ സിക്രിയിൽ അദ്ദേഹം എന്ത് സ്ഥാപിച്ചു? ഇബാദത്ത് ഖാന. അതൊരു മീറ്റിംഗ് ഹൗസ് ആണ് കേട്ടോ. ഇബാദത്ത് ഖാന എന്ന് പറയുന്നത് അതൊരു മീറ്റിംഗ് ഹൗസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, എല്ലാ മതങ്ങളിൽ സ്കോളേഴ്സിനും ഡിഗ്നിറ്ററീസിനും ഒക്കെ ഒരുമിച്ച് നിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബിൽഡ് ചെയ്തതായിരുന്നു ഇബാദത്ത് ഖാന. ഓക്കെ, അപ്പൊ അത് നോക്കിയാലോ? യെസ്, വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. എവിടെ? യെസ്, ഈ ഒരു ഇബാദത്ത് ഖാനയിലെ ഫത്തേപൂർ സിക്രിയിൽ അദ്ദേഹം സ്ഥാപിച്ച ഇബാദത്ത് ഖാനയിൽ വിവിധ മതങ്ങളിലെ പണ്ഡിതനും പ്രമുഖരൊക്കെ ഇവിടെ ഒത്തുചേർന്നിരുന്നു. സ്കോളേഴ്സ് ആൻഡ് ഡിഗ്നിറ്ററീസ് ഓഫ് വാരിയസ് റിലീജിയസ് യൂസ് ടു ഗാദർ അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള റിലീജിയൻസിലെ മതങ്ങളിലെ എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ടായിരുന്നു, അല്ലെ. സോ ഇത് തന്നെ നമുക്ക് എന്ത് പറയാം? അക്ബർ ഫോളോ ചെയ്തിരുന്ന മതസഹിഷ്ണുതാ നയത്തിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, അല്ലെ. ഇവിടെ എല്ലാ മതങ്ങളിലെ ആളുകൾ ഈ ഒരു ഇബാദത്ത് ഖാനയിലേക്ക് എത്തുന്നുണ്ട്. മറ്റൊന്നായിരുന്നു എന്താ? അദ്ദേഹം ഓരോ റിലീജിയൻസിലെയും ഓരോ മതങ്ങളിലെയും പോസിറ്റീവ് സൈഡ് മാത്രം, അതായത് നല്ല വശങ്ങൾ മാത്രം കോർത്തിണക്കിക്കൊണ്ട് ഒരു പുതിയൊരു ദർശനം, പുതിയൊരു മതം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ദിനി ഇലാഹി. ഓക്കെ, എന്തായിരുന്നു അത്? യെസ്, ദിൻ ഇലാഹി അല്ലെങ്കിൽ ദിനി ഇലാഹി എന്നൊക്കെ പറയൂ കേട്ടോ. ഓക്കെ, നോക്കിക്കോ, അതെന്താണ്? എല്ലാവർക്കും സമാധാനം. ഇതിന്റെ മീനിങ് എന്താണ്? പീസ് ടു ഓൾ അല്ലെങ്കിൽ സുൽക്കുൽ എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത് കേട്ടോ. സുൽക്കുൽ എന്നൊക്കെ ഇതിന് പറയും. കാരണം എല്ലാവർക്കും സമാധാനം, അല്ലെ. അത് ഇവിടെ ഇന്ന മതത്തിലുള്ള ആൾക്കാർക്കല്ല, അല്ലെങ്കിൽ ഈ മതത്തിലുള്ള ആൾക്കാർക്ക് മാത്രമാണ്, ആ മതത്തിലുള്ള ആൾക്കാർ മാത്രം, അങ്ങനെ ഒരു സംഭവമില്ല. എല്ലാ മതങ്ങളുടെ നല്ല വശം മാത്രം കോർത്തിണക്കിക്കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ ദർശനമായിരുന്നു ദിനിലാഹി. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു മതം, ഓക്കെ, അവിടെ ഉണ്ടായിരുന്ന ഒരു റിലീജിയസ്, അല്ലെ, ഒരു റിലീജിയൻ ഒരു മതത്തെ അബോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ജിസിയ എന്നാണ് പറയുന്നത്. ജിസിയ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അതായത് നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ കൊടുക്കേണ്ടി വന്നിരുന്ന ഒരു ടാക്സ് ആയിരുന്നു ജിസിയ. ഓക്കെ, അത് അബോളിഷ് ചെയ്തത് ആരായിരുന്നു? അക്ബറാണ്. അപ്പൊ ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? യെസ്, അതായത്
ഒരു മതസഹിഷ്ണുതാ നയങ്ങൾ ഫോളോ ചെയ്തിരുന്ന ആളായിരുന്നു അല്ലെ, രാജാവായിരുന്നു അക്ബർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ. നോക്കിക്കോ, മുഗൾ ഭരണത്തിന്റെ എല്ലാ മേഖലകളിൽ എന്തുണ്ടായെന്ന് പറയുന്നത്, യെസ്, എല്ലാ മതങ്ങളിലുള്ള ആളുകളെ തുല്യമായി പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് രാജ ടൊഡാമൽ, രാജ മൻസിംഗ്, രാജ ഭഗവന്ത് ദാസ്, ബീർബൽ, ഇവരൊക്കെ എന്താണ് നമ്മുടെ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചവരായിരുന്നു. ഓക്കെ, അപ്പൊ ഇതെന്തായാലും നിങ്ങൾ എക്സാമിന് പഠിക്കാം. മറ്റൊന്നായിരുന്നു മുഗൾ ആർമി, അക്ബറിന്റെ ആർമിയാണ് അല്ലെ. ബിക്കോസ് എന്താണ്, അദ്ദേഹത്തിന്റെ കിങ്ഡം, അദ്ദേഹത്തിന്റെ സാമ്രാജ്യം എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യണം അല്ലെ, വലുതാക്കാൻ വേണ്ടിയിട്ട്, എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി, വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്നതായിരുന്നു മുഗൾ ആർമി ആയിരുന്ന മാൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ മാൻസബ്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നോക്കിയാലോ. യെസ്, എ സ്ട്രോങ് ആർമി വാസ് നീഡഡ് ടു എക്സ്പാൻഡ് ദ കിങ്ഡം അല്ലെ. അതായത് നമ്മുടെ എന്താണ് സാമ്രാജ്യം എന്താണ് വലുതാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു ആർമി വേണമായിരുന്നു. അതായിരുന്നു മാൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്, അക്ബർ ഇംപ്ലിമെന്റ് ചെയ്ത മാൻസബ്ദാരി സിസ്റ്റം. അക്കോർഡിംഗ് ടു ദിസ് സിസ്റ്റം, ഈ ഒരു സിസ്റ്റം പ്രകാരം ഈച്ച് ഓഫീസേഴ്സ് ഹാഡ് ടു റെജിമെന്റ് അണ്ടർ ഹിം. ഓരോ ഓഫീസർമാരെന്താണ്, ഓരോ ഓഫീസർമാരുടെ കീഴിലും ഒരു സൈനിക പട, ഒരു റെജിമെന്റ് ഉണ്ടായിരിക്കണമായിരുന്നു. ഓക്കെ, അതെന്താണ് അക്ബറിന്റെ കീഴിലുള്ള, കണ്ടോ, അക്ബറിന്റെ കീഴിലുള്ള ഓഫീസർമാരാണിത്. ഓക്കെ, അക്ബറിന്റെ കീഴിൽ ഒരുപാട് ഓഫീസർമാരുണ്ടാവും. ഈ ഓഫീസർമാരുടെ കീഴിൽ എന്താണ് ഒരു റെജിമെന്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഇവരുടെ ഒക്കെ കീഴിൽ എന്താണ് റെജിമെന്റ് ഉണ്ടാവും. ഇതൊക്കെ എന്താണ് നമ്മുടെ പട്ടാളക്കാരാട്ടോ, ഒരു സൈനിക പട ഉണ്ടാവും. ഓരോ ഓഫീസർമാരും നിലനിർത്തേണ്ട കാവൽറിയുടെ എണ്ണത്തെയാണ് നമ്മൾ മൻസബ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നോക്കിക്കോ. യെസ്, മൻസബ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് കാവൽറി ഈച്ച് ഓഫീസർ ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ. ഓരോ ഉദ്യോഗസ്ഥന്മാരും, അക്ബറിന്റെ കീഴിലുള്ള ഓരോ ഓഫീസർമാരും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണം, കാവൽറിയുടെ എണ്ണത്തെയാണ് നമ്മൾ മൻസബ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓരോ ഉദ്യോഗസ്ഥന്മാരും നിലനിർത്തേണ്ട എന്താണ് കാവൽറി അല്ലെ, ആ ഒരു എണ്ണത്തെയാണ് നമ്മൾ മൻസബ് എന്ന് വിളിക്കുന്നത്. ദെൻ ദ റാങ്ക് ഓഫ് മൻസബ്, എന്നിട്ട് എന്താണ് ഓരോ മൻസബ്മാർക്കും എന്താണ് ഓരോ റാങ്ക് കൊടുക്കുകയായിരുന്നു. അതായത് ഈ ഓഫീസർമാർ എത്രയാണോ, എത്ര കാവൽറി ആണോ എടുത്തിട്ടുള്ളത്, എത്ര ആൾക്കാരുണ്ട് അവരുടെ അണ്ടറിലുണ്ട്, അതിനനുസരിച്ച് എന്താണ് ഏറ്റവും കൂടുതൽ ആളുകളുള്ള ആർക്ക് എന്താണ് റാങ്കിൽ നല്ല പൊസിഷൻ കൊടുക്കും അല്ലെ. അപ്പൊ അതിനനുസരിച്ച്, അപ്പൊ അവര് നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തിനനുസരിച്ച് അവർക്ക് എന്ത് കൊടുത്തു, റാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നോക്കിക്കോ, ദ റാങ്ക് ഓഫ് ദ മൻസബ് വാസ് ഡിറ്റർമിൻഡ് ബൈ ദ നമ്പർ ഓഫ് സോൾജേഴ്സ് ടു ബി മെയിൻറ്റെയിൻ അല്ലെ. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു മൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. മിസ് പറഞ്ഞില്ലേ. അപ്പൊ ഈ ഒരു ഓരോ ഓഫീസർമാരെന്താണ് ഒരു കുറച്ചെന്താണ് കുതിരപ്പടയാളികളെ നിലനിർത്തണം അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ എന്താണ്, ഏറ്റവും കൂടുതൽ കുതിരപ്പടയാളികളെ നിലനിർത്തുന്ന ആളുകൾക്ക് എന്താണ് വലിയൊരു റാങ്ക് കൊടുക്കും. അങ്ങനെ റാങ്ക് കൊടുക്കാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഈ റാങ്കിനനുസരിച്ച്, ഇവരുടെ ഓരോ റാങ്കിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്തു, മാൻസബ്ദാർ വെർ അലോട്ടഡ് ലാൻഡ് അക്കോർഡിംഗ് ടു ദെയർ റാങ്ക്സ്. അവർക്ക് അവരുടെ ഓരോരുത്തരുടെ എന്താണ് റാങ്കിനനുസരിച്ച് അവർക്ക് എന്താണ് അവർക്ക് ലാൻഡ് കൊടുക്കും, ഭൂമി കൊടുക്കും. ഓക്കെ, അവിടെ ഭൂമി കൊടുക്കായിരുന്നു. എന്നിട്ട് ഈ ഭൂമിയിൽ നിന്നുള്ള ടാക്സ് ഒക്കെ എന്താണ് ഈ നമ്മുടെ മൻസബ്ദാർ കളക്ട് ചെയ്യും അല്ലെ. അത് കളക്ട് ചെയ്തിട്ടാണ് അവരവരുടെ കുതിരപ്പടയാളികളുടെ ചെലവൊക്കെ നോക്കി അവരെ നിലനിർത്തുന്നത് എന്താണ്, ഇതിൽ നിന്ന് കിട്ടുന്ന ടാക്സിലൂടെയാണ്. നോക്കിക്കോ, മൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. The Mansabdar maintained his army by collecting tax from land allotted to them. അതായത് അവർക്ക് കൊടുത്തിട്ടുള്ള ആ ലാൻഡിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്ന ആരാണ്, മൻസബ്ദാർമാരാണ് അല്ലെ. അപ്പൊ ഇവരെന്താണ് ആ ഒരു ടാക്സ് ഉപയോഗിച്ചിട്ടാണ് അവരുടെ സൈനിക പട അല്ലെങ്കിൽ അവരുടെ കുതിരപ്പടയാളികളുടെ എന്താണ് നിലനിർത്തുന്നത്. അവരുടെ ചെലവൊക്കെ നോക്കുന്നത് ഈ ഒരു ടാക്സിലൂടെയാണ്. അവർക്ക് ആ ഒരു ലാൻഡിൽ നിന്ന് പിരിച്ചെടുത്ത് കിട്ടുന്ന നികുതിയിലൂടെ ആയിരുന്നു. ഓക്കെ, ഇത് നോക്കിക്കോ, ഈ ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് മൻസബ്ദാർ തന്റെ സൈന്യത്തെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നത്. അവർക്ക് സപ്പോർട്ട് എന്താണ്, യെസ്, ഒരുപാട് പ്രമുഖന്മാരും സൈനികരുടെ ഒരുപാട് എന്താണ് പ്രമുഖന്മാരുടെ എന്താണ് സൈനികരുടെ ഒക്കെ എന്താണ് പിന്തുണ ആവശ്യമായിരുന്നു. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആ മൻസബ്ദാരി നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കേണ്ട ഒരു ഭാഗമാണിത്. ഇതാണ് മൻസബ്ദാരി. അതാണ് എവറി ഓഫീസർ ഹാസ് ലയബിൾ ടു മെയിൻറ്റെയിൻ എ സ്പെസിഫിക് നമ്പർ ഓഫ് സോൾജേഴ്സ് അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് കാവൽറി എന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മുടെ മുഗൾ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു, മുഗൾ ഭരണം എങ്ങനെയായിരുന്നു എന്നാണ് മിസ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഭരണം കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് എന്താണ്, യെസ്, മുഗൾ കിണ്ടത്തെ എന്താണ് സുബ, സർക്കാർ, പാർഗാന, ഗ്രാമം എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ്, നമ്മളിപ്പോൾ പറയില്ലേ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, അങ്ങനെ പറയില്ലേ, നമ്മുടെ അതായത് സംസ്ഥാനം, ജില്ല, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ഗ്രാമം, അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നില്ലേ. അതുപോലെ എന്താണ് അന്ന് മുഗൾ കിണ്ടത്തെ ഭരണം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് സുബ, സർക്കാർ, പാർഗാന, ഗ്രാമം എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
It was during Akbar regime in Mughal rule that such as the administrative order ഈ ഒരു സ്ട്രക്ചർ അക്ബർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു. മുഗൾ ഭരണത്തിൽ അക്ബറിന്റെ കാലത്താണ് ഇത്തരത്തിലൊരു ഭരണക്രമം, അതായത് നമ്മുടെ ഭരണം എളുപ്പമാക്കാൻ വേണ്ടി നമ്മുടെ മുഗൾ സാമ്രാജ്യത്തെ എന്താണ് ഡിവൈഡ് ചെയ്തു അല്ലെ, എങ്ങനെ സുബാ സർക്കാർ പാർഗാന ഗ്രാമം എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. The emperor was the sovereign authority of the country, the commander in chief, the law maker and supreme judge. ഇതൊക്കെ രാജാവാട്ടോ, അതായത് ആ രാജ്യത്തിന്റെ പരമാധികാരിയും സർവ്വ സൈന്യാധിപനും നിയമനിർമ്മാതാവ്, ലോ മേക്ക് ചെയ്യുന്നതൊക്കെ ആരാണ്? അന്തിമ ന്യായാധിപനും ആരായിരുന്നു? കിങ് ആയിരുന്നു, രാജാവായിരുന്നു. ഓക്കെ, അതുപോലെ ഇവിടെ അന്ന് എന്താണ്, ഡ്യൂറിങ് മുഗൾ പീരീഡ് ദർ വർ നോ സെപ്പറേറ്റ് കോർട്ട്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നാൽ അന്ന് അവിടെ സെപ്പറേറ്റ് കോർട്ടില്ല. നമുക്ക് ഇന്നെന്താണ് ഒരുപാട് കോർട്ട് ഉണ്ടല്ലേ, ജുവനൈൽ കോർട്ട്, ഫാമിലി കോർട്ട്, ക്രിമിനൽ കോർട്ട്, അങ്ങനെ ഒരുപാട് കോടതികൾ ഉണ്ടല്ലേ, ഓരോന്നിനും ഓരോ കോർട്ടുകളുണ്ട്. പക്ഷെ ഇവിടെ എന്താണ്, സെപ്പറേറ്റ് കോർട്ടുകളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ് ആയിരുന്നു, അതായത് അവിടുത്തെ തന്നെ എന്താണ്, തദ്ദേശീയരായ മതപണ്ഡിതന്മാരാണ് എന്ത്, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ ഒത്തുതീർപ്പുണ്ടാക്കുന്നതും അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതും ഈ ഖാസിമാരായിരുന്നു. ശ്രദ്ധിച്ചോണം, തദ്ദേശീയരായ മതപണ്ഡിതന്മാരായിട്ടുള്ള ഖാസിമാർ തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഹൂ വർ ഡിസാറ്റിസ്ഫൈഡ്. ഇനി ഇവർ പറഞ്ഞ ഈ ഒരു തീരുമാനത്തിൽ നമ്മൾ ഡിസാറ്റിസ്ഫൈഡ് ആണ്, നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്താണ്, നമുക്ക് എന്താണ്, യെസ്, ചക്രവർത്തിയോട് നേരിട്ട്, അതായത് രാജാവിനോട് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് പരാതി പറയാൻ പറ്റുമായിരുന്നു. ഓക്കെ, മറ്റൊന്നെന്ന് പറയുന്നത് മിനിസ്റ്റേഴ്സ് ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്താണ്, നമ്മുടെ രാജാവിനെ അഡ്വൈസ് ചെയ്യാനുണ്ടായിരുന്നു. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിലെ ഭരണകാര്യങ്ങളിൽ രാജാവിനെ എന്താണ് അഡ്വൈസ് ചെയ്യാൻ, ഉപദേശിക്കാൻ അവിടെ ആരുണ്ടായിരുന്നു എന്ന് പറയുന്നത്, യെസ്, മിനിസ്റ്റേഴ്സും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ രാജാവിന് എന്തെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിൽ എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ വേണമെങ്കിൽ അവിടെ ചെയ്തു കൊടുക്കാൻ മിനിസ്റ്റേഴ്സും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അവിടുത്തെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ സൊസൈറ്റിനെ നമ്മൾ എന്താണ് ഡിഫറെന്റ് സ്ട്രാറ്റാസ് ആയിട്ട്, അതായത് തട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോമൺ മാൻ, ഓക്കെ, സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ളതായിരുന്നു കോമൺ മാൻ, സാധാരണക്കാരായ ആളുകൾ. അതിൽ കൃഷിക്കാരൊക്കെ വരുന്നത്, ഫാമേഴ്സ് ഒക്കെ വരുന്നതാണ് കോമൺ മാനിൽ വരുന്നത്. ഏറ്റവും മുകളിൽ ആരായിരുന്നു? കിങ് ആയിരുന്നു, രാജാവായിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിട്ടായിരുന്നു പല തട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തത്. അവിടെ എന്താണ്, മോസ്റ്റ് ഓഫ് ദം എല്ലാവരും എന്താണ് കൃഷിക്കാരായിരുന്നു. അവർക്കിടയിൽ എന്താണ് ജാതി വ്യവസ്ഥ, കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. അവർക്ക് അവരുടേതായിട്ടുള്ള എന്താണ് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളും കസ്റ്റംസും റിച്വൽസും ഒക്കെ എന്താണ് അവർക്കുണ്ടായിരുന്നു. മറ്റൊന്ന്, അഗ്രികൾച്ചർ അച്ചീവ്മെന്റ്സ് ഫോർ ദ ബേസിസ് ഫോർ ദ എക്കണോമിക് പ്രോഗ്രസ്. നമ്മുടെ മുഗൾ ഭരണത്തിൽ അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യത്തിൽ പൈസ ഉണ്ടാവാൻ കാരണം എന്താണ്, കാർഷിക രംഗത്തെ പുരോഗതിയായിരുന്നു. ഓക്കെ, കൃഷിയിലുണ്ടായ പുരോഗതി തന്നെയാണ് ഇവർക്ക് എന്താണ് എക്കണോമിക് പ്രോഗ്രസ്, സാമ്പത്തിക പുരോഗതി ഉണ്ടാവാൻ കാരണമായിട്ടുണ്ടായിരുന്നത്. റൈസ്, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, കോട്ടൺ, ഓയിൽ സീഡ്സ്, ഇതൊക്കെ അവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു. നമ്മുടെ ഐനി അക്ബറി എന്ന് പറയുന്ന അബുൽ ഫസൽ അദ്ദേഹത്തിന്റെ പുസ്തകമായിരുന്ന ഐനി അക്ബറിൽ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം വ്യത്യസ്തങ്ങളായിട്ടുള്ള നെല്ലിനങ്ങൾ ഇവിടെ ഇന്ത്യക്കാര് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ആ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാല്ലേ, അവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നെല്ലിനങ്ങൾ അവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ നികുതി കൊടുത്തിരുന്ന കാലം വരെ ആ കർഷകനെ ഭൂമിയിൽ നിന്ന് ഇറക്കി ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ അവിടെ നമ്മുടെ മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയിൽ മെച്ചപ്പെടുത്തിണ്ടാക്കി. ഇറിഗേഷനായിട്ട് പേർഷ്യൻ വീലും കനാൽസും ഒക്കെ അവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? യെസ്, മുഗൾ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് പഠിച്ചു. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് അവിടെ എന്തൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? പ്രധാനമായിട്ടും ടെക്സ്റ്റൈൽസ് അല്ലെ, തുണിത്തരങ്ങൾ, ഷുഗർ, റൈസ്, ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും അവര് ഇവിടുന്ന് കയറ്റുമതി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ അവിടുത്തെ പ്രധാനപ്പെട്ട അക്കാലത്ത് ഫോം ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു ധാക്ക, മുർഷിദാബാദ്, സൂറത്ത് ആൻഡ് ലാഹോർ, ആഗ്ര, ഇതൊക്കെ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ കൾച്ചറൽ ഇന്റഗ്രേഷൻ ആണ്. എന്താണ് ഈ സാംസ്കാരിക സമന്വയം എന്ന് പറഞ്ഞാൽ? യെസ്, രണ്ടില്ലേ, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിവിധ രണ്ടെണ്ണം പറയാം. ഓക്കെ, രണ്ട് കൾച്ചർ, രണ്ട് സംസ്കാരങ്ങൾ ഒരുമിച്ച് ചേരുന്നതിനെ, സമന്വയിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൾച്ചറൽ ഇൻ്റഗ്രേഷൻ എന്ന് വിളിക്കുന്നത്. ഇത് നമ്മുടെ മഹാഭാരതം അല്ലേ, നമ്മുടെ വീട്ടിൽ മുത്തശ്ശിമാരൊക്കെ വായിക്കുന്നത്, അതിൻ്റെ പുറംചട്ടയുടെ ചിത്രമാണിത്. അത്
ട്രാൻസ്ലേറ്റ് ചെയ്തത്. നമ്മുടെ ഇന്ത്യൻ കൾച്ചർ പേർഷ്യൻ, അതായത് മുഗളന്മാരുടെ പേർഷ്യൻ കൾച്ചറിലേക്ക് എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്, അതിന് രസ്നാമ എന്ന് പേര് കൊടുത്തു. ആരാ ട്രാൻസ്ലേറ്റ് ചെയ്തത്? യെസ്, ദരാഷുക്കോ ആണ് അല്ലെ. മുഗൾ ചക്രവർത്തി ആയിരുന്ന ഷാജഹാന്റെ മകനായ ദരാഷുക്കോ ആണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് അല്ലെ. നോക്കിക്കോ, യെസ്, ദിസ് ഇസ് ദ ഫ്രണ്ട് കവർ ഫോർ ദ കവർ ദ മഹാഭാരത ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ ഡ്യൂറിംഗ് ദ മുഗൾ ഇറ. ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ദരാഷുക്കോ, ദ സൺ ഓഫ് മുഗൾ റൂളർ ഷാജഹാൻ അല്ലെ. ഇത് തന്നെ എന്തിനുള്ള എക്സാമ്പിൾ ആണ്? മുഗളന്മാര് ഇന്ത്യൻ കൾച്ചറും തമ്മിൽ എന്താണ് സംയോജിച്ചതിന് എക്സാമ്പിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ എന്താണ് നമ്മുടെ താജ്മഹലും ആഗ്ര ഫോർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ എന്താണ്, ചെങ്കോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കൾച്ചറും മുഗളന്മാരുടെ പേർഷ്യൻ കൾച്ചർ അല്ലെ, അതായത് പേർഷ്യക്കാരുടെ എന്താണ് വാസ്തുവിദ്യ ശൈലിയും കൂടി ചേർന്നതാണ് എന്താ ഈ പറയുന്ന ആഗ്ര ഫോർട്ടും നമ്മുടെ താജ്മഹല്, കുത്തബ് മിനാർ, ഇതൊക്കെ അല്ലെ. ഇതൊക്കെ എന്താണ്, ഇത് പുറത്ത് നോക്കുകയാണെങ്കിൽ എന്താ ആർച്ചസ് അല്ലെ, കമാനങ്ങള്, നല്ല മിനാരറ്റ്സ്, താഴികക്കുടങ്ങൾ, ഇതൊക്കെ എന്താണ് നമ്മുടെ പേർഷ്യൻ സ്റ്റൈലാണ്. അപ്പൊ അതിനുള്ളിലുള്ള സ്കൾപ്ചേഴ്സ് ഒക്കെ അല്ലെ, ശില്പങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലാണ്. അപ്പൊ രണ്ടും കൂടി എന്താണ് മിക്സ് ചെയ്തിട്ടാണ് എന്ത് ഈ ബിൽഡിങ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തത്. ഇതും എന്താണ് സാംസ്കാരിക സമന്വയത്തിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, മറ്റൊന്ന് എന്താണ് ഹിന്ദി ഭാഷകൾ അല്ലെ, നമ്മുടെ ഹിന്ദി ഭാഷകളൊക്കെ കൂടി ചേർന്ന് ഉറുദു ഭാഷ രൂപപ്പെട്ടതും ഈ ഒരു കാലത്തായിരുന്നു. ഇനിതാ നമുക്ക് വിജയനഗര റൂളാണ് പഠിക്കാനുള്ളത്. വിജയനഗര റൂൾ, അതായത് നമ്മൾ മുഗൾ റൂൾ കഴിഞ്ഞു കേട്ടോ. മുഗൾ റൂൾ നമ്മൾ അക്ബറിന്റെ റിലീജിയസ് ടോളറൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ, മറന്നുകൊള്ള ആർമിയും പഠിച്ചിട്ടുണ്ട്. ഇനി വിജയനഗര റൂള്. ഓക്കെ, വിജയനഗര റൂളിനെ കുറിച്ച് പഠിച്ചാലോ? യെസ്, ഇവിടുത്തെ പഠിക്കാനുള്ളത് മെയിൻ ആയിട്ട് ഇവിടുത്തെ ഫൗണ്ടേഴ്സ് ആരൊക്കെയായിരുന്നു എന്നാണ്. ആരൊക്കെയാണ്? ഹരിഹരനും ബുക്കിയായിരുന്നു കേട്ടോ. ഹരിഹരനും ബുക്കിയായിരുന്നു ഇതിന്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്ന വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി കൃഷ്ണദേവരായരായിരുന്നു. അവർ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. ഫൗണ്ടേഴ്സ് ഓഫ് വിജയനഗര ഹരിഹരനും ബുക്കിയായിരുന്നു. അതുപോലെ ഇവിടുത്തെ മേജർ റൂളർ, പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്താണ് നമ്മുടെ അക്ബറിനെ പോലെ എല്ലാ മതങ്ങളും എന്താണ് ഒരുപോലെ കണ്ടിരുന്ന ആളാണ്. ഓക്കെ, നോക്കിക്കോ, കൃഷ്ണദേവരായരുടെ ഭരണകാലം എന്താണ്, അവിടെ രാജ്യവ്യാപനത്തിന്റെയും വികസനത്തിന്റെയും എന്താണ് കാലഘട്ടമായിരുന്നു. ദ റെയിൻ ഓഫ് കൃഷ്ണദേവരായ വാസ് എ പീരീഡ് ഓഫ് എന്താണ് ഇമ്പീരിയൽ എക്സ്പാൻഷൻ. വലിയ രീതിയിൽ എന്താണ് വിജയനഗര സാമ്രാജ്യം എക്സ്പാൻഡ് ആയിട്ടുണ്ടായിരുന്നു, അതാണ് വലുതായിട്ടുണ്ടായിരുന്നു അല്ലെ. അതുപോലെ അവിടെ എന്താ ലോഡ്സ് ഓഫ് എന്താണ് കൺസ്ട്രക്ഷൻ വർക്ക്സ് ഒക്കെ എന്താണ് ആ കാലത്ത് വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ നമ്മുടെ വിജയനഗരത്തിന്റെ തലസ്ഥാന നഗരിയായ ഹംപിയിൽ എന്താ ഒരുപാട് സൗകര്യങ്ങൾ, ഒരുപാട് ടെമ്പിൾസ്, ഒരുപാട് ഫോർട്ട്, ഒരുപാട് പാലസുകളൊക്കെ എന്താണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു കേട്ടോ, പണി കഴിപ്പിച്ചിരുന്നു. കൺസ്ട്രക്ടിങ് മോർ ഫെസിലിറ്റീസ് ഇൻ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഹംപി. ഹംപിയിൽ എന്താ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഹംപിയിൽ എന്താണ് ഹി ബിൽഡ് ന്യൂ ഫോർട്ട്. അവിടെ ഫോർട്ടുകളിലെ കോട്ടകള്, പാലസ്, കൊട്ടാരങ്ങള്, ടെമ്പിൾസ് ഒക്കെ എന്താണ് അദ്ദേഹം പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താണ് മതസഹിഷ്ണുത തന്നെയായിരുന്നു അദ്ദേഹം ഇത്ര ഫേമസ് ആവാൻ കാരണം എന്താണ്, എല്ലാ മതങ്ങളെ അദ്ദേഹം ട്രീറ്റ് ചെയ്തത് ഒരുപോലെ ആയിരുന്നു. യെസ്, അനദർ ഇമ്പോർട്ടന്റ് റീസൺ ഫോർ ഹിസ് ഫെയിം വാസ് റിലീജിയസ് ടോളറൻസ്. അതായത് മതസഹിഷ്ണുത നയം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഇത്രയും ഫെയിം ആവാൻ തന്നെ കാരണം. ഓൾ റിലീജിയൻസ് വർ ട്രീറ്റഡ് ഈക്വലി ബൈ ഹിം. എല്ലാ മതങ്ങളെയും ഒരുപോലെ കണ്ടിരുന്നു. അതുപോലെ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ എന്താണ് കൃഷ്ണദേവരായ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ ഇതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. നമ്മുടെ അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ് ആണ് അമുക്തമാല്യതയും ജാംബവതി കല്യാണം കേട്ടോ. അമുക്തമാല്യതയും ജാംബവതി കല്യാണമാണ് അദ്ദേഹത്തിന്റെ മേജർ വർക്കുകൾ. ഓക്കെ, പ്രധാനപ്പെട്ട കൃതികളാണ് ഈ പറയുന്നത്. അത് നിങ്ങൾ പഠിച്ചു വെക്കാം. അങ്ങനെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന ഭരണ സംവിധാനം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ ഭരണം കൂടുതൽ എന്താണ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്തു. യെസ്, മണ്ഡലം അല്ലെ, പ്രൊവിൻസസ്, അല്ലെങ്കിൽ നാട് ഡിസ്ട്രിക്റ്റ് ആയിട്ട് കൂട്ടും, സ്ഥല സബ് ഡിസ്ട്രിക്റ്റ് ആയിട്ട് കൂട്ടും, ഗ്രാമം വില്ലേജ് ആയിട്ട് കൂട്ടും. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാ? ഭരണം നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തു അല്ലെ. മണ്ഡലം, നാട്, സ്ഥല, ഗ്രാമ എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ എന്താണ് ഇവിടെ ഒരു ക്യാബിനറ്റ് ഉണ്ടായിരുന്നു. രാജാവിനെ ഹെൽപ്പ് ചെയ്യാൻ എന്താണ് ഒരു ക്യാബിനറ്റ് ഉണ്ടായിരുന്നു, ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നു. അതുപോലെ എന്താണ് രാജാവിന് മന്ത്രിമാരെ തരം താഴ്ത്താനും ശിക്ഷിക്കാനുമുള്ള റൈറ്റ് ഉണ്ടായിരുന്നു. എന്താണ് ഈ തരം താഴ്ത്തുക എന്ന് പറഞ്ഞാൽ? ഡിമോട്ട് എന്താണ് ഡീപ്രമോട്ട്. നമ്മൾ പ്രൊമോഷൻ കൊടുക്കൂലേ, ഓരോ ജോലിക്കും പ്രൊമോഷൻ കൊടുക്കൂലേ, അതുപോലെ അവരെന്താണ് ആ സ്ഥാനത്തിൽ നിന്ന് താഴെ സ്ഥാനത്തിലേക്ക് ഡീപ്രമോട്ട് ചെയ്യാനും എന്താണ് പിന്നെ പണിഷ് ചെയ്യാനുള്ള റൈറ്റ് രാജാവിനുണ്ടായിരുന്നു. There were court at various levels
ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. ഇവിടെ എന്താണ് നമ്മുടെ മുഗളന്മാരുടെ അവിടെ എന്താണ് അവിടെ സെപ്പറേറ്റ് കോർട്ടില്ല, പക്ഷെ നമ്മുടെ വിജയനഗരത്തിൽ എന്താണ് സെപ്പറേറ്റ് ആയിട്ട് കോടതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ നിങ്ങൾ പഠിക്കണത് ഇതാണ് പഠിക്കണത്, അമരനായക സിസ്റ്റം. ഓക്കെ, എന്താണ് അമരനായക സിസ്റ്റം എന്ന് പറഞ്ഞാൽ യെസ്, നമ്മുടെ അക്ബറിന്റെ ആർമിയുടെ പേരായിരുന്നു മാൻസബ്ധാരി സിസ്റ്റം. അതുപോലെ നമ്മുടെ കൃഷ്ണദേവരായരുടെ ആർമി ആയിരുന്നു എന്ത്, യെസ്, അദ്ദേഹത്തിന്റെ ഭരണകാലത്തുള്ള ആർമി ആയിരുന്നു എന്ത്, യെസ്, അമരനായക സിസ്റ്റം എന്ന് പറയുന്നത്. സെയിം പോലെ തന്നെ കേട്ടോ ഏകദേശം. അതായത് എന്താണ്, the military commanders were known as അമരനായകാസ്. അതായത് എന്താണ്, സൈനിക മേധാവികൾ അമരനായകന്മാർ എന്നായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവിടെ എന്താണ്, യെസ്, നായകാസ് ആൻഡ് അമരനായകാസ് പ്ലേഡ് an important role in the administration of വിജയനഗര. വിജയനഗരത്തിലെ ഭരണത്തിന് എന്താണ്, ഭരണ സംവിധാനത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചവരായിരുന്നു ആരടാ, യെസ്, അമരനായകന്മാർ അല്ലെ. അപ്പൊ ഇവരുടെ മിലിറ്ററി കമാൻഡേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എന്താണ് ഈ അമര എന്ന് പറയുന്നത്? യെസ്, നോക്കിക്കോ, the king allotted land known as അമര to them. അതായത് അമരനായകന്മാർക്ക് അല്ലെ, ഈ ഒരു സൈനിക മേധാവികൾക്ക് കിങ് അലോട്ട് ചെയ്ത ഭൂമിനെ, ലാൻഡിനെയാണ് അമര എന്ന് വിളിക്കുന്നത്. ഓക്കെ, അമരത്തിൽ എന്താണ്, അമരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാരാണ്. ഓക്കെ, അമരത്തിന്റെ ഭരണം ആരാണ് നിർവഹിച്ചത്? ഈ അമരനായകന്മാരായിരുന്നു. അതുപോലെ ഈ അമരയിൽ നിന്ന് കിട്ടുന്ന ടാക്സ് ഇല്ലേ, നികുതി ഇല്ലേ, അതൊക്കെ കളക്ട് ചെയ്യുന്നത് അമരനായകന്മാരായിരുന്നു. എന്നിട്ട് ഇതിൽ നിന്നൊരു ഷെയർ ആർക്ക് കൊടുക്കണമായിരുന്നു? ഒരു ഭാഗം നമ്മുടെ രാജാവിന് കൊടുക്കണമായിരുന്നു. അമരനായകസ് ഹാഡ് ടു റൈറ്റ് ടു കളക്ട് ടാക്സസ് ഫ്രം ദീസ് ഏരിയാസ്. ഈ പ്രദേശത്തിന്റെ നികുതി പിരിക്കാനുള്ള അവകാശം അമരനായകന്മാർക്കായിരുന്നു. അമരന്മാർ എന്താണ്, രാജാവിനൊരു നിശ്ചിത തുക നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവരെന്താണ്, നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ ഇതിനൊക്കെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഇതിൽ പഠിക്കേണ്ട എന്താണെന്നറിയോ? ഇവിടുത്തെ എന്താണ്, യെസ്, കൾച്ചറൽ ലൈഫ് ഓഫ് വിജയനഗര. ഇവിടെ എന്താണ്, നോക്കിക്കോ, ഹസാര രാമ ക്ഷേത്രം, വിത്തല സ്വാമി ക്ഷേത്രം ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇവിടെ എന്താണ്, ഡ്യൂറിങ് ദ വിജയനഗര പീരീഡ് ദ കൾച്ചറൽ ലൈഫ് ഹാസ് മെയ്ഡ് ഗ്രേറ്റ് പ്രോഗ്രസ് അല്ലെ. അവിടെ എന്താണ്, വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗവും വലിയ പ്രോഗ്രസ് ഒക്കെ ഉണ്ടായി. അവിടെ മെയിൻ ആയിട്ട് എന്താണ്, വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിന് വിവിധ പാഠശാലകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വേദങ്ങൾ പഠിക്കാനൊക്കെ പഠനശാലകൾ ഉണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു ഫീച്ചറായിരുന്നു ഭീമാകാരമായ ക്ഷേത്ര കവാടങ്ങൾ. ഓക്കെ, ഇതാണ് എന്ത്, വിജയനഗര ശില്പകല. അതിന്റെ ഒരു സ്കൾപ്ചേഴ്സിനൊക്കെ എന്താണ്, ഭീമാകാരമായ ക്ഷേത്ര കവാടങ്ങൾ ഉണ്ടാകുമായിരുന്നു. കണ്ടോ, നോക്കിക്കോ, ഇതാ 2 ക്ഷേത്രങ്ങൾ, ലോട്ടസ് മഹൽ, അമ്പി, വിരൂപാക്ഷ ക്ഷേത്രം, ഇതൊക്കെ എന്താണ് അവിടുത്തെ പ്രത്യേകമായിട്ടുള്ള അവിടുത്തെ സ്കൾപ്ചേഴ്സ് ഒക്കെ എന്താ ഈ ഒരു തരത്തിലായിരുന്നു. വിശാലമായിട്ടുള്ള എന്തുണ്ടായിരുന്നു എന്ന് പറയുന്നത്, ഭീമാകാരമായ ക്ഷേത്ര കവാടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ അമരനായകയും മാൻസബ്ധാരിയും നിർബന്ധമായിട്ട് പഠിക്കുക. അക്ബറിന്റെ റിലീജിയസ് ടോളറൻസ് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അത് മാത്രമല്ല, നമുക്കിപ്പോൾ എന്താണ്, നമ്മുടെ ബാച്ചിലേക്ക്, നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് എന്താണ്, ഇപ്പോൾ ഒരു കിടിലൻ ഓഫർ ഉണ്ട് മക്കളെ. നമ്മുടെ എന്താണ്, യെസ്, ഫ്രീഡം ടു എക്സൽ ഓഫറാണ്. നിങ്ങൾക്ക് എന്താണ്, നമ്മുടെ ബാച്ച് വെറും 2475 രൂപയ്ക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാം. കാരണം എന്താണ്, 2750 ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരുപാട് കുറഞ്ഞു അല്ലേ. നിങ്ങൾക്ക് എന്താണ്, അടിപൊളിയായിട്ട് ഓരോ ചാപ്റ്റേഴ്സും സെറ്റാക്കി തരാൻ അടിപൊളി ഫാക്കൽറ്റീസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ്, ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന നമ്മുടെ പബ്ലിക് ലൈവാണ് കേട്ടോ. എല്ലാ പബ്ലിക് ലൈവിലും എൻ്റെ മക്കളെല്ലാവരും നമ്മളെന്താണ്, നമ്മുടെ കൂടെ ഉണ്ടാവുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് നിങ്ങൾക്കാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ വരാനിരിക്കുന്ന പബ്ലിക് ലൈവിലൊക്കെ എല്ലാവരും കറക്റ്റ് സമയത്ത് തന്നെ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അതുപോലെ നമുക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പൊക്കെ ഉണ്ട്, അതിൽ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഉടനെ നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്യാം, നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ച് പർച്ചേസ് ചെയ്യാം. ഈ ഒരു ചെറിയ നിസ്സാരമായ വിലയ്ക്ക് നിങ്ങൾക്ക് എവിടെ കിട്ടണം. അപ്പോൾ നിങ്ങൾ നമ്മുടെ ബാച്ചിലേക്ക് എല്ലാവരും പോന്നോളി. നമുക്ക് സെറ്റാക്കി മിസ്സൊക്കെ പാട്ടൊക്കെ പാടി കഥയൊക്കെ പറഞ്ഞ് കണ്ടന്റൊക്കെ അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോകാം കേട്ടോടാ. ഓക്കെ ഗൈസ്, ബൈ.